പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോട് ഇങ്ങനെ മുത്തശ്ശൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇത്രയും ഒക്കെ ആയിട്ടും മുത്തശ്ശൻ എന്നെ ഒന്ന് വിളിക്കുകയോ സംസാരിക്കുകയോ എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്. ഞാൻ ഇത്രയും കൊണ്ട് എത്തിച്ചില്ലേ. പിന്നെ ആ നാഗേന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. ഇനി അയാൾ തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് മാത്രമല്ലേ നമുക്ക് അറിയാനുള്ളൂ. ഇക്കാര്യത്തെക്കുറിച്ച് അച്ഛനോട് പറയുകയും അച്ഛൻ മുത്തശ്ശനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും മുത്തശ്ശനൊന്നും വിളിക്കുകയോ എന്നോട് ആ ഒരു പഴയ അടുപ്പം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാ ഇതും അനിക്കാണ് കൊടുക്കുന്നത്. അതിലെനിക്ക് നിരാശയൊന്നുമില്ല. പക്ഷേ എന്നോട് സംസാരിക്കുന്നതിൽ എന്താ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, എന്തായാലും അതൊക്കെ ശരിയാകും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുത്തശ്ശൻ്റെ ദേഷ്യമൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ മാറിക്കോളും. നമ്മൾ തിരിച്ചു പോവുകയും പഴയ പോലെ ആവുകയും ഒക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നയന ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചെങ്കിലും മുത്തശ്ശൻ ആലോചിക്കുമെന്ന് ഞാൻ കരുതി. കാരണം നീ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മനസ്സ് വിഷമിക്കരുത് എന്നൊക്കെ മുത്തശ്ശൻ എന്നോട് പറയാറുണ്ടായിരുന്നു. ആ മുത്തശ്ശനാണ് ഇപ്പോൾ നിന്നോട് വരെ അകൽച്ച കാണിക്കുന്നത്. നിന്നോടെങ്കിലും മിണ്ടാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് മുത്തശ്ശൻ തന്നെ കാണുന്നുണ്ട് എന്നും സംസാരിക്കുന്നുണ്ട് എന്നുള്ളതും നയനയ്ക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം മുത്തശ്ശൻ പറയണ്ട എന്നുള്ളതും ഈ വാശിയോട് കൂടെ ആദർശ് മുന്നോട്ട് പൊയ്ക്കോട്ടെ എന്നുള്ളതും പറഞ്ഞതുകൊണ്ടും ആ വാക്ക് തെറ്റിക്കാൻ നയനയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ആദർശ് ഓഫീസിലോട്ട് പോവുകയാണ്. അന്വേഷണത്തിൻ്റെ കാര്യത്തിനായിട്ട് പോവുകയാണ്. ആ സമയത്താണ് നമ്മുടെ നയനയ്ക്ക് മുത്തശ്ശൻ്റെ കോള് വരുന്നത്. അങ്ങനെ മുത്തശ്ശനോട് ആദർശ് ഇങ്ങനെ മുത്തശ്ശനെക്കുറിച്ച് സങ്കടത്തോടെ പറഞ്ഞു എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് തൽക്കാലം ഇങ്ങനെ പോട്ടെ, അവൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനേറെ സങ്കടം എനിക്കുണ്ട് എൻ്റെ കൊച്ചുമകനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതിന്. പിന്നെ നിവർത്തിയില്ലാഞ്ഞിട്ടല്ലേ മോളെ. എന്തായാലും ആ ഒരു ശത്രുവിനെ പുറത്തെത്തിക്കണമെങ്കിൽ ഞാനും ആദർശം തെറ്റി നിന്നേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മോളെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം, ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നയനെ കാണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ അവിടെയുള്ള ജോലിക്കാരെയും കൂട്ടിയിട്ട് നയന മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശനും നയനയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സംസാരത്തിൽ വരുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ആദർശ് അവനെ കണ്ടിട്ടുണ്ടോ, അവനെ നമ്മൾ ഇറക്കിയതിനെ കുറിച്ചൊക്കെ മോളോട് ഞാനും പറഞ്ഞിരുന്നല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നല്ല, വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ദേഷ്യം എന്തായാലും അവൻ്റെ മനസ്സിലുണ്ടാകും. ഇനി അവൻ തന്നെയാവുമോ നമ്മുടെ ശത്രു, അങ്ങനെയാണെങ്കിൽ അവൻ പിന്നിൽ നിന്ന് കളിക്കുകയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുവഴി ആദർശ് പാസ് ചെയ്യുന്നത്. അങ്ങനെ നയനയും മുത്തശ്ശനും സംസാരിക്കുന്നത് കണ്ടിട്ട്, ഇത് നയനയല്ലേ മുത്തശ്ശനുമായിട്ട് സംസാരിക്കുന്നത്, ഇതുവരെ മുത്തശ്ശന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, ദേഷ്യത്തോടു കൂടെ നയനയോടൊന്നും സംസാരിക്കാൻ നിൽക്കത്തില്ലല്ലോ, ഇനി ഞാനറിയാതെ ഇവർ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചിന്ത വരികയാണ്. അപ്പോൾ ആ സമയത്ത് നയനയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതും ഒക്കെ ആദർശ് നേരിട്ട് കാണുകയാണ്. എന്നിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട്, മുത്തശ്ശനെ ഇങ്ങനെ ഇവളോട് അടുപ്പം കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെ പോലും സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇവളെന്തിനാണ് ഇത് മറച്ചു വെക്കുന്നത്. ഇത്തരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകും മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട് എന്നും അവളെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ എനിക്ക് സന്തോഷമല്ലേ ആവുകയുള്ളൂ, എനിക്ക് ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യുമല്ലോ. എന്നിട്ടും ഇവളെന്താ ഇതൊക്കെ മറച്ചു പിടിക്കുന്നത്, എന്നാലും എന്നോട് പറയാതെ ഇവൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആദർശിൻ്റെ ചിന്ത വരികയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് ആദർശ് അവരുടെ മുന്നിലേക്ക് പോകാതെ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പിന്നീട് നയന തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നീ എവിടെയാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്പലത്തിൽ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിലൊന്ന് ഞെട്ടി നിൽക്കുകയാണ് നയന.